കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പം പഠിക്കാനുള്ളത് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സാണ്. മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് ഇൻവോൾവ്സ് പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത് പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ എന്ന് പറയുന്ന 4 പ്രോസസ്സാണുള്ളത്. പർച്ചേസിങ്, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂസ്. അതിൽ ഫസ്റ്റ് വൺ പർച്ചേസിങ്. പർച്ചേസിങ് ഈസ് ആൻ ആർട്ട്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ആർട്ടാണ്, ഒരു കലയാണ്. പർച്ചേസിങ് ഈസ് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ദ റൈറ്റ് ക്വാളിറ്റി ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം ഫ്രം ദ റൈറ്റ് സോഴ്സസ് അറ്റ് ദ റൈറ്റ് പ്രൈസ്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റ് ക്വാളിറ്റിയിൽ, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് ടൈമിൽ, അതുപോലെ റൈറ്റ് പ്ലേസിൽ, റൈറ്റ് സോഴ്സസിൽ നമുക്ക് മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതിനാണ് പർച്ചേസിങ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിൽ, ഉദ്ദേശിക്കുന്ന സമയത്ത്, നമുക്ക് എവിടെയാണോ ആവശ്യമുള്ള ആ സ്ഥലത്ത് മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നതിന്, പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, പർച്ചേസിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ പർച്ചേസിങ് തന്നെ പറയുന്നത്. ദെൻ പർച്ചേസിങ് എന്ന് പറയുമ്പോൾ 2 തരം പർച്ചേസിങ് ആണുള്ളത്. സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്. 2 പർച്ചേസിങ് ആണുള്ളത്. സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും. നമുക്ക് എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് നോക്കാം. In a large concern, usually there will be a separate department called purchase department to purchase material. The purchase department will purchase material for the entire organization. This is called centralized purchasing. നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഉപയോഗിക്കുന്ന സാധാരണ രീതിയിൽ ലാർജ് ബിസിനസ് ഫേമിലായിരിക്കും ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഉണ്ടാകുന്നത്. കാരണം അങ്ങനെയുള്ള ഫേമിൽ, ലാർജ് ബിസിനസ് ഫേമിലൊക്കെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബാക്കി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യുന്നത് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രലൈസ് ആയിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ, ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ പർച്ചേസസ്. ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗിൽ അങ്ങനെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുകയില്ല. അവിടെ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവർ തനിയെ പർച്ചേസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. അതിൽ ഫസ്റ്റ് വൺ, it leads to efficient buying on account of specialized knowledge and skill in the art of purchasing. നമുക്കറിയാം സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് നോളജ് ഉണ്ട്, എവിടെയൊക്കെയാണ് മെറ്റീരിയൽസ് കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് കിട്ടുന്നത്, അതുപോലെ റീസണബിൾ പ്രൈസിൽ എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ അവർക്കുണ്ടാവും, അവർക്ക് അറിവുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പർച്ചേസിങ് ആണെങ്കിൽ അവിടെ എഫിഷ്യൻറ്റ് ബൈയിങ് ഉണ്ടാവും. നല്ല കറക്റ്റായിട്ട് നമുക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകുന്ന ആ ഓഫീസർക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് നല്ല നോളജുള്ള വ്യക്തിയായിരിക്കും, പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല നോളജുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് വഴിയായിട്ടാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൈയിങ് സാധ്യമാവുന്നു. സെക്കൻഡ് വൺ, materials can be purchased on favorable terms like higher trade discount, easy terms of payment, etc. due to bulk purchases. അപ്പോൾ നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ ബൾക്കായിട്ടായിരിക്കും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നിച്ചായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. നമുക്കറിയാം ബൾക്കായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റിലൊക്കെ മെറ്റീരിയൽസ്, ക്രെഡിറ്റ് ടേംസിലൊക്കെ നമുക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അതുപോലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് വഴിയായിട്ട് കിട്ടുന്നു. Then third one,
ദർ ഈസ് ഇക്കോണമി ഇൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ബിക്കോസ് ഓഫ് ബൾക്ക് പർച്ചേസസ്. നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒന്നിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷോർസ് യൂണിഫോം ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്ന വഴിയായിട്ട് ആ മെറ്റീരിയൽസിനൊക്കെ ഒരു യൂണിഫോം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ മെറ്റീരിയൽസിനും ഒരേ ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ഇൻവെൻട്രീസ്. അതുപോലെ തന്നെ ഈ ഇൻവെൻട്രീസ് ഒക്കെ ഒരു എഫക്റ്റീവ് കൺട്രോൾ നമ്മൾ ശരിയായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടാകാൻ വേണ്ടി സാധ്യമാകുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ലെസ് ക്ലറിക്കൽ വർക്ക് ബിക്കോസ് ഓൾ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ദ പർച്ചേസ് ആർ കെപ്റ്റ് അറ്റ് വൺ പ്ലേസ്. അപ്പം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസ് നടത്തുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഈ പർച്ചേസിങ്ങുമായിട്ട് റിലേറ്റഡായിട്ടുള്ള എല്ലാ ബുക്സും അതുപോലെ തന്നെ എല്ലാ ക്ലറിക്കൽ വർക്ക്സും നടക്കുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നടത്തേണ്ട ക്ലറിക്കൽ വർക്ക്സൊക്കെ ഒന്നിച്ച് നടത്തുന്ന വഴിയായിട്ട് ക്ലറിക്കൽ വർക്ക്സിനൊക്കെ കുറവുണ്ടാകാൻ വേണ്ടി സാധിക്കുന്നു. വെച്ചാൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. നമുക്കിനി പഠിക്കാനുള്ളത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് വഴിയായിട്ട് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഹ്യൂജ് കോസ്റ്റ് ആർ റിക്വയർഡ് ടു സെറ്റപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം സാധാരണ രീതിയിൽ ലാർജ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാർജ് കൺസേണിനൊക്കെ ആയിരിക്കും ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്മോൾ ഫേംസ് ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഫേംസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. കാരണം കോസ്റ്റ് കൂടുതലാണ്. ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്, അവിടെ നമുക്ക് ഓഫീസേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു റൂം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള ക്ലറിക്കൽ വർക്ക്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഹ്യൂജ് കോസ്റ്റ് വരുന്നത് കൊണ്ട് സാധാരണ സ്മോൾ ഫേംസൊക്കെ ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഒന്നും സാധാരണ സ്മോൾ ഫേംസ് ഒന്നും ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് അഡോപ്റ്റ് ചെയ്യാറില്ല. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് മേ കോസ് ഡിലേ ഇൻ ഗെറ്റിംഗ് ദ മെറ്റീരിയൽസ്. അതുപോലെ മെറ്റീരിയൽസ് കിട്ടുന്നതിൽ താമസം ഉണ്ടാകുന്നു. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്ന വഴിയായിട്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് പെട്ടെന്ന് മെറ്റീരിയൽസ് ആവശ്യമാണെങ്കിൽ അവർക്കത് കിട്ടാൻ അതിനുള്ള താമസം ഉണ്ടാകുന്നു. കാരണം ഒന്നിച്ചാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽസ് വേണമെങ്കിൽ പെട്ടെന്നൊക്കെ കിട്ടാനുള്ള ഒരു കാലതാമസം ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ് ഓർ ബ്രാഞ്ചസ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസ് വിച്ച് ആർ ഫാർ ആൻഡ് വൈഡ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫേമിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഒത്തിരി ദൂരെയാണെന്ന് വിചാരിക്കുക. ഒത്തിരി ദൂരെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവിടത്തേക്കൊക്കെ നമുക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് മെറ്റീരിയൽസ് എത്തിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ ബ്രാഞ്ചസൊക്കെ തൊട്ടടുത്ത പ്ലേസിലൊക്കെ ആണെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒന്നിച്ച് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് സാധ്യമാവും. അതല്ല എങ്കിൽ ഡിഫറെൻറ്റ് ഏരിയയിലൊക്കെ ആണെങ്കിൽ ദൂരമുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ് വഴിയായിട്ട് മെറ്റീരിയൽസൊക്കെ ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് അവിടെ എത്തിക്കുക ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് മേ റിസൾട്ട് ഇൻ റോങ് പർച്ചേസസ്. നമുക്ക് ശരിയായ രീതിയിലുള്ള പർച്ചേസിങ് സാധ്യമാവുന്നില്ല. സെൻട്രലൈസ്ഡ് പർച്ചേസിങ് വഴിയായിട്ട് ശരിയായ രീതിയിലുള്ള പർച്ചേസിങ് സാധ്യമാവുന്നില്ല. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് കറക്റ്റ് സമയത്ത് നമുക്ക് കറക്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് മെറ്റീരിയൽസ് കിട്ടണം. കറക്റ്റ് ക്വാളിറ്റിയിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് മെറ്റീരിയൽസ് എത്തണം. അപ്പോൾ ഈ കറക്റ്റ് ടൈമിലൊക്കെ എത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അത് റോങ് പർച്ചേസിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് ലോക്കൽ പർച്ചേസസ്. അത് ലോക്കൽ പർച്ചേസസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ലോക്കൽ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവർ ഏതെങ്കിലും ലോക്കൽ ഏരിയയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ ലോക്കൽ ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തു നിന്ന് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്ന വഴിയായിട്ട് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുമ്പം അവർ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോക്കൽ ഏരിയയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്.
പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ദെൻ അതിൽ ഫസ്റ്റ് വൺ, ടു എസ്റ്റാബ്ലിഷ് പർച്ചേസ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ് പർച്ചേസ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഡിഫറെൻറ്റ് പോളിസീസ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, പ്രാക്ടീസ് എന്തൊക്കെയാണ്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫങ്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ, ടു ഐഡൻറ്റിഫൈ ആൻഡ് ചൂസ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ബെസ്റ്റ് സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ് ഏറ്റവും നല്ല സപ്ലൈ കിട്ടുന്നത്, ഏത് സപ്ലൈസിൻ്റെ അടുത്താണ് നല്ല മെറ്റീരിയൽസ് കിട്ടുന്നതെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതൊക്കെ സെലക്ട് ചെയ്യാനും ചൂസൊക്കെ ചെയ്യുന്നത് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ദെൻ തേർഡ് വൺ, ടു റിസീവ് പർച്ചേസ് റിക്വസിഷൻ ഫ്രം ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഡിറ്റർമൈൻ ദ എക്സാക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദ ഫാക്ടറി. അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു നിന്ന് പർച്ചേസ് റിക്വസിഷൻ കിട്ടുന്നു. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ വേറെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ട് എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമാണെന്നുള്ള റിക്വസിഷൻ കിട്ടുന്നു. അങ്ങനെ കിട്ടുന്ന റിക്വസിഷൻ വഴിയായിട്ട് ആ ഫാക്ടറിയിൽ മുഴുവനായിട്ടും വേണ്ടുന്ന മെറ്റീരിയൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കുന്നു. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പർച്ചേസ് റിക്വസിഷൻ കിട്ടുന്നു. നെക്സ്റ്റ്, ടു പ്ലേസ് പർച്ചേസ് ഓർഡർ വിത്ത് സപ്ലയേഴ്സ്. സപ്ലയേഴ്സിൻ്റെ അടുത്ത് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിക്വസിഷനെ ബേസ് ചെയ്തുകൊണ്ട് എത്രത്തോളമാണ് മെറ്റീരിയൽസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര മെറ്റീരിയൽസാണ് വേണ്ടത് ആ മെറ്റീരിയൽസിനുള്ള പർച്ചേസ് ഓർഡർ സപ്ലയേഴ്സിന് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ, to purchase a record quantity of materials of higher quality at the lowest price and under most favorable terms. അതുപോലെ തന്നെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് അത് ഹയർ ക്വാളിറ്റിയിൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ, ലോവസ്റ്റ് പ്രൈസിൽ, അതുപോലെ മോസ്റ്റ് ഫേവറബിൾ ടേംസ് പറഞ്ഞാൽ ഒന്നെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ടേംസിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ആർക്ക്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു ചെക്ക് ദ ക്വാണ്ടിറ്റി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ റിക്വയർഡ്. പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു വെരിഫൈ ആൻഡ് അപ്രൂവ് ദ ഇൻവോയ്സസ് ഫോർ പേയ്മെൻറ്റ്. മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് ഇൻവോയ്സ് കിട്ടാറുണ്ട്. ആ ഇൻവോയ്സസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നു. നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു കോഓർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ലൈക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള ആക്ടിവിറ്റീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു. കാരണം നമുക്കറിയാം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പം സ്റ്റോർ ചെയ്യുന്ന സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അത് ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാം കോർഡിനേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇവരുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത്രയാണ് പഠിക്കാനുള്ളത്. അടുത്ത ദിവസത്തെ ക്ലാസ് നമുക്ക് കാണാം.